10ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ് പ്രതീഷ്. പ്രതീഷിൻ്റെ അക്കാദമിക് പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എക്സെപ്ഷണലി ബിഹേവിയർ കാണിക്കുന്ന ഒരു കുട്ടിയാണ് പ്രതീഷ്. നമ്മളോട് പറഞ്ഞു അവൻ്റെ പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ബെസ്റ്റായിട്ട് സ്യൂട്ടാവുന്ന ഒരു സ്ട്രാറ്റജി തിരഞ്ഞെടുക്കണം. ഓക്കെ, ബെസ്റ്റായിട്ട് സ്യൂട്ടാവുന്ന ഒരു സ്ട്രാറ്റജി നമുക്ക് തിരഞ്ഞെടുക്കാം. നമുക്ക് ആദ്യം 4 സ്ട്രാറ്റജി ഏതൊക്കെയാ നോക്കാം. ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുക, സെൽഫ് ലേണിംഗ് കൊടുക്കുക, എൻറിച്ച്മെൻറ്റ് ആക്ടിവിറ്റീസ് കൊടുക്കുക, പിയർ ട്യൂട്ടറിങ് കൊടുക്കുക. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ഒരു പാഠഭാഗത്തിൽ ഒരു 100 ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ ഡയറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്. ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയാണ് ചെയ്യേണ്ടത് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ് കൂടുമോ? ഇല്ല. പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നത് അല്ലേ. ഇനി സെൽഫ് ലേണിങ്, അവന് 100 ക്വസ്റ്റ്യൻ ഒറ്റയ്ക്ക് പഠിക്കുകയാണ്. ഓക്കെ, അടുത്തത് എൻറിച്ച്മെൻറ്റ് ആക്ടിവിറ്റീസ്. അവൻ ആ 100 ക്വസ്റ്റ്യൻ എളുപ്പത്തിൽ ചെയ്യും. കാരണം എന്താ, അവൻ എക്സെപ്ഷണൽ ബിഹേവിയർ കാണിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ ഈ 101ാമത്തെ ക്വസ്റ്റ്യന് കുറച്ചും കൂടെ അവന് ക്രിട്ടിക്കലി തിങ്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് അവന് കൊടുക്കുകയാണ് എൻറിച്ച്മെൻറ്റ് ആക്ടിവിറ്റീസിൽ. പിയർ ട്യൂട്ടറിങ്, ഈ 100 ക്വസ്റ്റ്യൻ അവൻ്റെ ഫ്രണ്ട്സിന് തന്നെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇതിലേതായിരിക്കും ബെസ്റ്റ് ഓപ്ഷൻ? ഓഫ് കോഴ്സ് എൻറിച്ച്മെൻറ്റ് ആക്ടിവിറ്റീസ് ആയിരിക്കും അല്ലേ. ഇവിടെയാണ് അവൻ്റെ ക്രിട്ടിക്കൽ തിങ്കിങ് യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടി വൃത്തിക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ ബ്ലൂംസ് ടാക്സോണമിയിൽ നമ്മൾ പറയുന്നത് റിമെമ്പറിങ്, അണ്ടർസ്റ്റാൻഡിങ്, ക്രിയേറ്റിങ്, ഇവാലുവേറ്റിങ്. ഇനി ബാക്കിയുള്ള 3 ഓപ്ഷനിലേക്കും 3 സ്ട്രാറ്റജിയിലും റിമെമ്പറിങ്ങും നടക്കുന്നുണ്ട്, അണ്ടർസ്റ്റാൻഡിങ്ങും നടക്കുന്നുണ്ട്. പക്ഷേ ക്രിയേറ്റിങ്, ഇവാലുവേറ്റിങ് ഈ പ്രോസസ്സിലേക്ക് കയറുന്നത് എൻറിച്ച്മെൻറ്റ് ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോഴാണ്. അപ്പോൾ അവൻ്റെ പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റിന് ബെസ്റ്റായിട്ടുള്ള സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ 4 എണ്ണത്തിൽ എൻറിച്ച്മെൻറ്റ് ആക്ടിവിറ്റീസ് കൊടുക്കുന്നതായിരിക്കും.